ഒരു വഴക്കിന്റെ പേരിൽ നീ എന്തിനാണ് അവളെ തല്ലാൻ പോയത്? ഞാൻ നിന്നെ ഇങ്ങനെയാണോ വളർത്തിയത് എന്ന് അർച്ചന അച്ഛനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഈ പ്രശ്നം ചന്ദ്രകാന്തത്തിൽ അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്നും അർച്ചന ആശങ്കപ്പെടുന്നു. അച്ചു ആവട്ടെ, ചേച്ചി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. അന്ന് രാത്രി അച്ചുവിനോടൊപ്പം ഇല്ലാതെ രുക്കു തനിച്ചാണ് ചന്ദ്രകാന്തത്തിലെത്തുന്നത്. നീ എന്താണ് അച്ചു ഇല്ലാതെ ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ വന്നത് എന്ന് വിമല ചോദിക്കുമ്പോൾ, അച്ചു വന്നാൽ മാത്രമേ എന്നെ ഇവിടെ കയറ്റുകയുള്ളൂ എന്ന് ചോദിച്ച് രുക്കു ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. ഉള്ളിൽ കയറിയ രുക്കു സത്തിനെ കണ്ട് കരയുന്നു. അപ്പോഴേക്കും ചന്ദ്രയും എത്തുന്നു. എന്തുപറ്റി? അർച്ചന നിന്നെ അവിടുന്ന് ആട്ടിയിറക്കി വിട്ടോ എന്ന് എല്ലാവരും മാറി മാറി ചോദിക്കുമ്പോൾ, ഞാനിനി അമ്പാട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ സ്വയം ഇറങ്ങിപ്പോന്നതാണ്. ഞാനും അച്ചുവും തമ്മിൽ വഴക്കിട്ടു. ഭർത്താവിന്റെ തല്ലുകൊണ്ട് ഞാൻ ഇനിയും അവിടെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് രുക്കു കരയുകയാണ്. ചന്ദ്രയും മറ്റുള്ളവരും ഒക്കെ അച്ചു നിന്നെ തല്ലിയോ? അർച്ചനയാകും അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്. എന്റെ പെങ്ങളെ തല്ലിയവന്റെ കൈ ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ് സത്യനും അമ്പാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ വിമലയും ചന്ദ്രയും ചേർന്ന് സത്യനെ തടയുന്നു. തിരിച്ചടിക്കാൻ നമുക്കും ചാൻസ് കിട്ടും, അതുവരെ ക്ഷമിക്കണം. ഇവരുടെ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ബന്ധം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ മുൻപേ പറഞ്ഞതല്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ചന്ദ്രയുടെ ഈ സംസാരം കേട്ട് രുക്കു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഗാർഹിക പീഡനത്തിന് അമ്പാട്ട് അർച്ചനയും ആങ്ങളമാരും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. വിജയേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വരട്ടെ, എന്നിട്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കാം എന്നൊക്കെ ചന്ദ്ര പ്രതികാരത്തോടെ പറയുന്നുണ്ട്. അതേസമയം റൂമിലിരിക്കുന്ന അച്ചു രുക്കുവിനെ തല്ലിയ സാഹചര്യങ്ങളെക്കുറിച്ചും അവൾ പറഞ്ഞ വാക്കുകളെക്കുറിച്ചും ആലോചിച്ച് വിഷമിക്കുന്നു. അർച്ചന അങ്ങോട്ട് വന്നിട്ട്, എന്താടാ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ചേച്ചി, എനിക്ക് രുക്കുവിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഞാൻ അടിച്ച അടി അവൾക്ക് നന്നായി വേദനിച്ചിട്ടുണ്ടാകും, അവൾ എന്ത് ചെയ്യുമെന്ന് പേടിയാകുന്നു എന്നൊക്കെ അച്ചു വിഷമത്തോടെ പറയുന്നുണ്ട്. അപ്പൊ അർച്ചന, കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല. നീ അവളുടെ മുഖത്തടിച്ച അടി തിരിച്ചെടുക്കാൻ കഴിയില്ല. സ്ത്രീകളെ തല്ലുന്നത് ഒരു കുറവാണ്, അത് മോശം മാനസികാവസ്ഥയാണ്. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഫോണിൽ വിളിച്ച് സോറി പറഞ്ഞ് അവളെ തിരികെ വിളിക്കുക. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവൾ പോയതാവാം, നിന്റെ ഒരു വിളിക്കായി അവൾ കാത്തിരിക്കുകയായിരിക്കാം എന്നൊക്കെ ഉപദേശിക്കുന്നു. എന്നാൽ അച്ചു പറയുന്നുണ്ട്, ഞാൻ വിളിച്ചാൽ അവൾ ഒരിക്കലും ഫോൺ എടുക്കില്ല, അതുകൊണ്ട് ചേച്ചി ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ, എടാ ഞാനല്ല നീയാണ് അവളെ വിളിക്കേണ്ടത്, നീ വിളിച്ചാൽ അവൾ എടുക്കും എന്ന് പറഞ്ഞ് അർച്ചന നിർബന്ധിക്കുകയാണ് അച്ചുവിനെ. അങ്ങനെ അർച്ചന നിർബന്ധിക്കുമ്പോൾ അച്ചു രുക്കുവിനെ വിളിക്കുന്നു. ഇവൻ എന്തിനാണ് എപ്പോ എന്നെ വിളിച്ചത്? കോംപ്രമൈസിനായിരിക്കും, എന്നെ അതിന് കിട്ടില്ല എന്ന് മനസ്സിൽ കരുതി രുക്കു 2 തവണയും ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് അർച്ചന വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രുക്കു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ചിലപ്പോൾ രുക്കുവിന്റെ ദേഷ്യം മാറിയിട്ടുണ്ടാകില്ലെന്നും ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ നേരിട്ട് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വരാമെന്നും താനും കൂടെ നിന്റെ കൂടെ വരാമെന്ന് അർച്ചന അച്ചുവിനോട് പറഞ്ഞപ്പോൾ അർച്ചന കൂടെ വരുമെന്ന് പറഞ്ഞതിൽ അച്ചുവിന് വലിയ സന്തോഷമാകുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ അച്ചുവും അർച്ചനയും ചന്ദ്രകാന്തത്തിലെത്തുന്നു. വിമല അവരെ വരവേറ്റ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങൾ രുക്കുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്, ചായയൊന്നും വേണ്ട എന്ന് അർച്ചന വിമലയോട് പറയുന്നുമുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന ചന്ദ്ര, തീരെ പ്രതീക്ഷിക്കാത്ത ആളാണല്ലോ ചന്ദ്രകാന്തത്തിലെ വന്നത്, നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോ, ഇന്നലെ ഇവനും രുക്കുവും തമ്മിൽ ചെറിയ പിണക്കമുണ്ടായി, അവളുടെ പിണക്കം മാറിയില്ലെങ്കിൽ തിരിച്ചു വിളിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് അർച്ചന മറുപടി നൽകുകയാണ് ചന്ദ്രയ്ക്ക്. എന്നാൽ ഇത് കേൾക്കുന്ന ചന്ദ്ര, ഇതൊന്നും അച്ചുവിന്റെ തീരുമാനമല്ലല്ലോ, അർച്ചനയുടെ തീരുമാനമല്ലേ എന്ന് കളിയാക്കുമ്പോൾ അച്ചു ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട്. ഇതെന്റെ തീരുമാനമാണ്, രുക്കുവിനെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞിട്ട്, ഇപ്പോഴെന്തിനാണ് അവളെ വിളിക്കുന്നത്, ഇവിടെ ഇട്ട് തല്ലാനാണോ എന്ന് ചന്ദ്ര ചോദിക്കുന്നതും കൂടെ കേട്ടപ്പോഴത്തേക്കും അച്ചുവിനകത്ത് ഒന്നുകൂടെ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. ചന്ദ്ര, നീ രുക്കുവിനെ വിളിക്കുക, ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് അർച്ചനയും ആവശ്യപ്പെട്ടപ്പോൾ, അവൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, വിളിക്കാൻ എനിക്ക് സൗകര്യവുമില്ല എന്ന് ചന്ദ്ര തീർത്തും പറയുകയാണ്. അതേസമയം എന്റെ ഭാര്യയോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന് അച്ചുവും തിരിച്ച് ചൂടാവുകയാണ് ചന്ദ്രയോട്. ഉടനെ ചന്ദ്ര, നിർത്തടാ, മതി, അമ്പാട്ടിലെ വീക്ക്നെസ് ഒന്നും ചന്ദ്രകാന്തത്തിലെ വേണ്ട, ചതിയിൽപ്പെടുത്തി കല്യാണം കഴിച്ചു, നീ അവളെ തല്ലി, സത്യൻ ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അച്ചുവിന്. അടിപിടിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നല്ലോ, തെറ്റിദ്ധരുത്തി രുക്കുവിനെ മാന്യമായി കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. പിന്നെ കല്യാണ കഥകളൊന്നും നീ പറയണ്ട, നിങ്ങൾ ചെയ്ത കള്ളക്കളികൾ എന്താണെന്ന് അമ്പാട്ടിൽ നീ വന്നപ്പോൾ ബോധ്യപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർച്ചനയാണെങ്കിൽ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക്. കൂടാതെ രുക്കുവിന്റെ ഡ്രാമയിൽ പെട്ടിട്ടും ഇവൻ അവളെ ഉപേക്ഷിച്ചില്ല, ഇരുകൈ നീട്ടി ഞങ്ങൾ സ്വീകരിച്ചതാണ്, എന്നിട്ടും വിളിക്കാൻ വന്നത് ഇവനെ ഓർത്താണ് എന്നൊക്കെ അർച്ചന പറയുന്നത് കേട്ടിട്ട് ചന്ദ്രയ്ക്കാണെങ്കിലും വായടഞ്ഞു പോവുകയാണ്. നിങ്ങൾ വിളിച്ചത് കൊണ്ട് അവൾ വരണമെന്നില്ല, ഇനി അവളെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, രുക്കുവിനോടൊപ്പം ജീവിക്കണമെങ്കിൽ ഇവൻ ഇവിടെ വന്ന് താമസിക്കട്ടെ എന്ന് ചന്ദ്ര കണ്ടീഷൻ ഉന്നയിക്കുമ്പോൾ, രുക്കുവിനോടൊപ്പം ഞാൻ ഇവിടെ നിന്ന് താമസിക്കാനോ, അതിന് അമ്പാട്ട് വീട്ടിലെ നായയെ പോലും കിട്ടില്ല എന്ന് അച്ചുവും തിരിച്ചടിക്കുന്നുണ്ട്. പിന്നെ രുക്കുവിനെ നീ മറന്നേക്കാൻ ചന്ദ്രയും പറയുന്നുണ്ട്. രുക്കു എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ വിളിച്ചാൽ അവൾ വരും, വരില്ലെങ്കിൽ അവൾ പറയട്ടെ എന്നെല്ലാം അച്ചു പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഈ സംഭാഷണം എല്ലാം കേട്ട് അവിടേക്ക് വന്ന രുക്കു
ഞാൻ തന്നെ പറയാമെന്നും ഇനി അങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ലെന്നും ഉറപ്പിച്ചു പറയുകയാണ്. നിനക്കെന്താണ് താല്പര്യമില്ലാത്തതെന്ന് അച്ചു ചോദിച്ചത് കേട്ടിട്ട് ചന്ദ്രചേച്ചി പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. അച്ചുവിന് എന്നോടൊപ്പം ജീവിക്കണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കണം, അല്ലാതെ ഞാൻ അമ്പാട്ടിലേക്ക് വരില്ല എന്ന് തന്നെയാണ് രുക്കു പറയുന്നത്. ചന്ദ്രയ്ക്കാണെങ്കിലും അത് കേട്ടിട്ട് സന്തോഷമാവുന്നു. വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളാൻ അർച്ചനയോടും അച്ചുവിനോടും പറയുകയാണ് ചന്ദ്ര. അങ്ങനെ അച്ചു വിഷമത്തോടെ ചേച്ചി വാ പോകാമെന്ന് പറഞ്ഞ് തിരിയാൻ തുടങ്ങുമ്പോൾ ചന്ദ്ര നമ്മുടെ അർച്ചനയെ വിളിക്കുകയാണ്. ഈ നാടകം കളിക്കാൻ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. കേസ് എന്താണെന്ന് ഒരു വക്കീലെന്ന നിലയിൽ നിനക്കറിയാമല്ലോ. ഗാർഹിക പീഡനം. വിജയേട്ടൻ വരുമ്പോൾ എല്ലാവരും കുറച്ചു ദിവസം ജയിലിൽ കിടക്കാൻ തയ്യാറായിക്കോ എന്നൊക്കെ ചന്ദ്രയുടെ ഭീഷണി കേട്ട് നിന്റെ വിജയേട്ടന്റെ നിയമങ്ങൾ കണ്ട് ഞാൻ പേടിച്ച കാലമൊക്കെ കഴിഞ്ഞു ചന്ദ്ര. പുതിയ നിയമം വലുതും കയ്യിലുണ്ടെങ്കിൽ അമ്പാട്ടയ്ക്ക് വന്നാൽ മതി, കാണാമെന്ന് അർച്ചന തിരിച്ചടിക്കുകയാണ്. കാണേണ്ടി വരും അർച്ചന എന്ന് ചന്ദ്ര വീണ്ടും പറയുമ്പോൾ അർച്ചനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇനി ഇവിടെ വച്ചല്ല, അമ്പാട്ടിൽ വെച്ച് കാണാം. രുക്കുവിനെ വിളിക്കാൻ ഇനി ആരും വരില്ല. ഇവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ അവൾക്ക് അമ്പാട്ടിലേക്ക് വരേണ്ടി വരും. ഇതും പറഞ്ഞ് അർച്ചനയും അച്ചുവും അവിടെ നിന്ന് പോവുകയാണ്. രുക്കു ആണെങ്കിലും അകത്തേക്ക് കയറി പോകുന്നു. വിമല വിഷമത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നത് വിജയശങ്കർ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ചിന്നു വിളിക്കുകയാണ്. അച്ഛൻ എന്നോട് ദേഷ്യമാണെന്നറിയാം, അതുകൊണ്ടാണല്ലോ വിളിക്കാതിരുന്നത് എന്ന് ചിന്നു പറഞ്ഞപ്പോൾ പെട്ടെന്ന് നീ വിളിച്ചപ്പോൾ സന്തോഷവും സങ്കടം കൊണ്ട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ തിരിച്ചു പറയുകയാണ് വിജയശങ്കർ. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറിയത് സങ്കടമായോ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ നീ ചെയ്തതൊന്നും ഞാൻ മറക്കില്ല, ഇതിനെല്ലാം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് അയാൾ മനസ്സിൽ കരുതുകയാണ്. അച്ഛാ ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യത്തിനാണെന്ന് ചിന്നു പറഞ്ഞപ്പോൾ പറമോളെ നീ എന്താവശ്യപ്പെട്ടാലും അച്ഛൻ അത് സാധിച്ചു തരും, പ്രോമിസ് എന്ന് വിജയശങ്കർ ഉറപ്പ് കൊടുത്തപ്പോൾ അച്ചുവും രുക്കും തമ്മിലുണ്ടായ വഴക്കിനെക്കുറിച്ചും രുക്കു തിരിച്ചു വരാത്തതിലുള്ള വിഷമത്തെക്കുറിച്ചുമെല്ലാം ചിന്നു പറയുകയാണ് വിജയശങ്കറിനോട്. അച്ഛനൊന്ന് പറഞ്ഞ് രുക്കു ആന്റിയെ കോംപ്രമൈസ് ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞയക്കാമോ, അച്ഛൻ പ്രോമിസ് തന്നതാണ് എന്ന് ചിന്നു അഭ്യർത്ഥിക്കുമ്പോൾ ചിന്നുവിന്റെ വിശ്വാസം നേടാൻ ഇതാണ് പറ്റിയ അവസരമെന്ന് വിജയശങ്കർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പ്ലീസ് അച്ഛാ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചിന്നു വീണ്ടും ചോദിക്കുമ്പോൾ വിജയശങ്കർ മൗനം പാലിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.